കോഴിക്കോട് കക്കയം വനമേഖലയിൽ തീപിടുത്തമുണ്ടായി. പഞ്ചവടി വനത്തിലെ ബാംബു പാർക്കിലാണ് തീ പടർന്നത്. തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ്. ഇറിഗേഷൻ ഭൂമിയിൽ വനം വകുപ്പ് വെച്ചുപിടിപ്പിച്ച മുളക്കാടിനാണ് തീ പിടിച്ചത്. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, എത്രത്തോളം തീവ്രതയുള്ളതാണ് ഈ തീപിടുത്തം? തീ ഇപ്പോൾ അണയ്ക്കാനായിട്ടുണ്ടോ? വിനീത, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ബാംബു പാർക്കിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലമാണ്. ഈ സ്ഥലത്ത് വനംവകുപ്പാണ് ഇത്തരത്തിൽ മുളങ്കാടുകൾ വെച്ച് ബാംബു പാർക്കായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാട്ടിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കക്കയം മേഖലകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 4 സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഏതായാലും വനവകുപ്പും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി സമയമാകുമ്പോൾ തന്നെ കാട്ടാനകൾ കൂട്ടമായി എത്തുകയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കൂടി നാട്ടുകാർ പറയുന്നു. ഏതായാലും നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഇത് എപ്പോഴാണ് ഇത്തരത്തിലൊരു രീതിയിലേക്ക് ബാംബു പാർക്കാക്കി മാറ്റിയിരിക്കുന്നത്? ബാംബു പാർക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവിടെ നല്ലൊരു സ്ഥലമായിരുന്നു, പുൽമേടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഈ ബാംബു പാർക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ അധികമായത്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരെ കഴിഞ്ഞ ദിവസം ആന വരാനിടയായി. ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. മക്കൾക്ക് മദ്രസ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഉള്ള മക്കളൊക്കെ ഉണ്ട്. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ. കാട്ടാന ശല്യവും രൂക്ഷമാണ് ഇവിടെ കാട്ടാന ശല്യം. ഇവിടെ കൃഷികളൊക്കെ നശിപ്പിക്കുകയാണ്. നമുക്ക് വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തെങ്കിലും വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വരും, പടക്കം പൊട്ടിക്കും, ആനേനെ ഓടിക്കും. ഓടിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ ഇവര് തിരിച്ചു പോകുമ്പോൾ ഇത് പിന്നെയും വരികയാണ്. മുന്നോട്ട് ഇത് വരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒന്നും ഇവർ ഇതുവരെ ചെയ്യുന്നില്ല. വിനീത, ഏതായാലും ഇപ്പോൾ 4 ഏക്കറോളം സ്ഥലമാണ് ഇത്തരത്തിൽ ഈ ബാംബു സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കാട്ടുതീ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഊർജിതമായി നടക്കുകയും ചെയ്തത്. വിനീത.